ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടു വന്നിട്ടുള്ളവരായിരിക്കും, അല്ല ഡയറക്റ്റ് വന്നിട്ടുള്ളവരായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് ഇപ്പം 1 മാസം കഴിഞ്ഞു. നമ്മളൊന്ന് പ്രിപ്പയറായി, സിലബസ് മാറ്റി എഴുതി, അത് കണക്കാരെ നമ്മുടെ നമ്മളെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു, സമയം സെറ്റ് ചെയ്തു, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട്. കുറെ മോട്ടിവേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ പഠിക്കണം, ഇനി നമ്മൾ പഠിത്തത്തിലോട്ട് ഇറങ്ങാൻ പോവാ. മനസ്സിലായോ? അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് തരാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു ബേസ്മെന്റ് പറഞ്ഞുതരാം. എനിക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കാൻ എനിക്ക് സമയം കിട്ടത്തില്ല, മൊത്തം പഠിപ്പിച്ച് തീർക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് നല്ല യൂട്യൂബ് ചാനലുകളുണ്ട്. ആ യൂട്യൂബ് ചാനൽ എല്ലാം നിങ്ങൾ റെഫർ ചെയ്യണം, അതെല്ലാം വെച്ച് പഠിക്കണം. പക്ഷെ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സമയം കിട്ടത്തില്ല. അതിനൊക്കെ എനിക്ക് എല്ലാ വീഡിയോനൊക്കെ അപ്ലോഡ് ചെയ്യാനും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ, മനസ്സിലായോ? അത് ഞാൻ തരാം. എങ്ങനെ പഠിക്കണം, എത്ര. ഇപ്പം 1 മാസം കഴിഞ്ഞിട്ട് ചിലപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കാണുമായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തൊട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. ആ വീഡിയോസ് കണ്ടിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് എക്സാമിന് എഴുതുന്ന അത് ഡൗൺലോഡ് ചെയ്ത് അത് മാറ്റി എഴുതി, നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത്, നിങ്ങൾ റൂം അറേഞ്ച് ചെയ്ത്, അതൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് വന്നിട്ട്, അല്ലാണ്ട് ഡയറക്റ്റ് ഇതിനകത്തോട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങളങ്ങ് എക്സോസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം 1 മാസം നമുക്ക് തന്നെ സമയം കൊടുക്കാം. ഞാൻ ആദ്യം പറയുന്നത് എന്താ, ജസ്റ്റ് നമ്മൾ റാങ്ക് ഫയൽ ഒന്ന് വായിക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിക്കുക, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, വായിച്ചാൽ മതി. ഒരു അരമണിക്കൂർ പല സബ്ജക്റ്റ് ആയിട്ട് വായിക്കുക. മാത്സ് ഒക്കെ ആണെങ്കിൽ പോലും നോക്കിക്കൊണ്ടിരുന്നാൽ മതി. മനസ്സിലായി? അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സെക്കൻഡ് മന്തിൽ പഠിക്കാനാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഫസ്റ്റ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഒരു മാസം സമയം എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ വീഡിയോ കണ്ടു തുടങ്ങിയാലും മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവലില് സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി ലെവലില് പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു സിലബസ് നമുക്കൊന്ന് ആലോചിക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷിന് 10 മാർക്കോളം ഇംഗ്ലീഷിന്റെ ഏരിയയിൽ വരും. അതൊന്നും വലിയ മാറ്റമില്ല, പണ്ടത്തെ എക്സാം കണക്ക് തന്നെയാണ് ഇപ്പോഴും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഏരിയാസ് ആണ്. ഓക്കെ. പിന്നെ മാത്സ് ഒരു 10 മാർക്കിനോളം വരും. 10 മാർക്ക് മാത്സ് വരും. അതിനകത്ത് നമുക്ക് എന്ത് വരും, അരിത്തമെറ്റിക്സ് വരും, മെന്റബിലിറ്റി വരും, റീസണിങ് വരും. മനസ്സിലായോ? അപ്പം അതിനകത്ത് 5 മാർക്ക് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതിനൊക്കെ ഈ മലയാളം ഇംഗ്ലീഷ് വരുമ്പോൾ അതിനകത്ത് 5 മാർക്ക് വെച്ചിട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് വൊക്കാബുലറിയും 5 മാർക്ക് തന്നെ ഗ്രാമറും അങ്ങനെയായിരിക്കും വരുന്നത് യൂഷ്വലി. ഓക്കെ. അപ്പൊ അതും നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ മാത്സിന്റെ കാര്യം പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, മലയാളം കഴിഞ്ഞു. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഈ വർഷം നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സും തൊട്ട് മുമ്പത്തെ കറണ്ട് അഫയേഴ്സ് നോക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യുക, ഇപ്പൊ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കി പോവുക. എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്, നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളില്ല, നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോവുക. ക്ലിയർ ആയല്ലോ? അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുമ്പോൾ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. നമ്മുടെ ന്യൂട്രീഷന്റെ കാര്യവും അതെല്ലാം ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന സബ്ജക്റ്റാണ്. നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ വരുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ആദ്യമായിട്ടായിരിക്കും വാക്കുകളൊക്കെ കേൾക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ എനിക്ക് പറ്റുന്ന കണക്ക്, ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്റെ വീഡിയോസ് മാത്രം റിലൈസ് ചെയ്ത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കരുത് പ്ലീസ്. നിങ്ങൾ വേറെയും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് പോകുന്നവരായിരിക്കാം, ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നവരായിരിക്കാം, വീട്ടിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡ് കാണാം. അത് വേണം ഫോക്കസ് ചെയ്യാൻ. അല്ലാതെ ഇത് കൂടെ പഠിച്ചോന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും. ആ സമയത്തിനെല്ലാം അതും ഇതും എല്ലാം സെർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ക്ലിയർ ആയല്ലോ? ഞാൻ തരുന്ന ജസ്റ്റ് റൂട്ട് മാപ്പ് ആണ്, ഒരു ഗൈഡ് ലൈൻ ആണ്. അത് മാത്രം ആശ്രയിച്ചിരിക്കരുത് പ്ലീസ്, കേട്ടാലേ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഒരു ജോലി കിട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ജോലി കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഫാമിലി മൊത്തത്തിൽ മാറും. ആ ഫാമിലി സ്റ്റാറ്റസ് മൊത്തത്തിൽ മാറും. പറ്റുന്നതൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞാനത് പറയാം. ഓക്കെ. അപ്പൊ അത് മാത്രം ആശ്രയിച്ചിരിക്കും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് പഠിക്കുക, ജോലി വാങ്ങിക്കുക. അതിനകത്ത് നമ്മൾ പറഞ്ഞു സയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രം തുടങ്ങാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ തന്നെ സയൻസ്, അങ്ങനെ സബ്ജക്റ്റുകൾ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ഇതിനിടയ്ക്കിടയ്ക്ക് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ തരാം. അതുകൊണ്ട് ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് DM ചെയ്യണമെങ്കിൽ അതിനകത്ത് കയറി DM ചെയ്യുക. അപ്പൊ എനിക്ക് എന്തെങ്കിലും വോയിസ് അയക്കാൻ പറ്റും. ഇതിനകത്ത് വോയിസ് അയക്കാൻ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും പഠിക്കാൻ തുടങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കീപ് വർക്കിംഗ് ഹാർഡ് ആൻഡ് സ്മാർട്ട്. ബൈ.